ഹലോ. അപ്പോൾ നമ്മുടെ പർപ്പിൾ മീഷോ ഹോളിലെ ഫസ്റ്റ് പ്രൊഡക്റ്റ് നമുക്ക് നോക്കാം. ഫസ്റ്റിലൊരു കോട്ടൺ കുർത്ത സെറ്റാണ്. ടോപ്പും അതുപോലെ തന്നെ ബോട്ടവും ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് കുർത്ത സെറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. അപ്പോൾ ഇത് ഒരു വീനെക്ഡ് ആണ്. ഈ ഒരു ടോപ്പ് എന്ന് പറയുന്നത് വീനെക്ഡ് ആണ്, ഫുൾ സ്ലീവാണ്. നെക്കിൻ്റെ അവിടെ ഒരു ചെറിയ എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ 256 രൂപയ്ക്കാണ് വാങ്ങിച്ചത് കേട്ടോ. അത് മീഡിയം സൈസാണ്. ഇത് XS മുതൽ XXL വരെ അത് അവൈലബിൾ ആണ്. അപ്പോൾ XXLനും ഏതാണ്ട് ഈ ഒരു റേഞ്ചിൽ തന്നെയാണുള്ളത്. എന്തായാലും 300-ൽ താഴെയാണ്. അപ്പോൾ ഈ ഒരു ഇതാണ് ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. പിന്നെ കോട്ടൺ ആണ്. 256 രൂപയ്ക്ക് നമുക്ക് ടോപ്പും ബോട്ടവും കിട്ടുമ്പോൾ നമുക്ക് ഒരുപാട് എംബ്രോയ്ഡറി വർക്കൊന്നും നമുക്ക് വേണമെന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇത് കാണാൻ ഒരു ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ. ഇതിങ്ങനെയാണ് അതിൻ്റെ വർക്ക് വരിക. പിന്നെ സൈഡിൽ കൂടെ ഒരു ഇത് തുണി തന്നെയാണ്. ഒരു ഗോൾഡൻ വർക്കും വന്നിട്ടുണ്ട്. അതല്ലാതെ ചെറിയൊരു വേറൊരു വർക്കും കൂടെ വന്നിട്ടുണ്ട്. ത്രെഡ് വർക്കാണ് ഇത്. അവർ ത്രെഡ് ചെയ്തതല്ല, വേറൊരു തുണിയിൽ നിന്ന് ജസ്റ്റ് ഇതിൽ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് സ്ലീവ്സിലും ഈ സെയിം വർക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും. 2 സ്ലീവ്സ് ഫുൾ സ്ലീവാണ്. പിന്നെ ഓപ്പണിംഗ് ഉണ്ട് കേട്ടോ. ഓപ്പണിംഗ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇതാണ് അതിൻ്റെ ടോപ്പിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. കളർ ഇത്ര ബ്രൈറ്റ് അല്ല കേട്ടോ. നമ്മൾ അൺബോക്സിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങളതിൽ കണ്ടിട്ടുണ്ടാവും. അൺബോക്സിങ് ചെയ്ത സമയത്ത് ഒരു കളർ ഉണ്ടായിരുന്നില്ലേ, അതാണ്. ഇത് ചെറിയൊരു എഫക്റ്റ് വന്നുകൊണ്ട് ഇത്തിരി കളർ കുറച്ച് ബ്രൈറ്റായി കാണിക്കുന്നുണ്ട്. ഒരു പൊടിക്ക് ബ്രൈറ്റ്നസ് കുറവാണ്. പിന്നെ ഇതിൻ്റെ പാൻറ്റ് വരുന്നത് നമ്മളപ്പോൾ ആ ഒരു വർക്ക് കണ്ടില്ലേ, ആ വർക്കിൻ്റെ ആ മെറ്റീരിയൽ വെച്ചിട്ടാണ് ഇതിൻ്റെ പാൻറ്റ് വന്നിരിക്കുന്നത് കേട്ടോ. ഇത് കാഫ് ലെങ്ത് ആണ് പാൻറ്റ് വരുന്നത്. പിന്നെ എലാസ്റ്റിക് ആണ്. അത് ഇടുപ്പെന്ന് പറയുന്നത് എലാസ്റ്റിക് ആണ്. അപ്പോൾ വലിയ കുഴപ്പമില്ല. എനിക്ക് കറക്റ്റ് ഫിറ്റിംഗ് ആണ് കേട്ടോ. മീഡിയം സൈസ് എനിക്ക് കറക്റ്റ് ഫിറ്റിംഗ് ആണ്. ഇത് കാഫ് ലെങ്ത് ആണ്. അപ്പോൾ അതുകൊണ്ടൊരു ഭംഗിയുണ്ട്. നിങ്ങളതിൻ്റെ റീൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കറക്റ്റായിട്ട് അതിൻ്റെ രൂപം എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇത് ലൈനിങ് ഇല്ല, പക്ഷെ നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ 256-ന് അങ്ങനെ ഒരു കുർത്ത സെറ്റ് കിട്ടാന്ന് പറയുന്നത് വളരെ വളരെ ലാഭമാണെന്ന് ഞാൻ പറയുള്ളൂ. നല്ല കളറുമാണ്, കോട്ടണും ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് പ്രശ്നം വരില്ല. അപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു നല്ലൊരു ടോപ്പ് ആൻഡ് ബോട്ടമാണത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ സാധനം വാങ്ങിച്ചോളൂ. ഞാനതിൻ്റെ ലിങ്ക് താഴെ എന്തായാലും മെൻഷൻ ചെയ്യാം. നമ്മുടെ ഷോർട്സിൽ കയറി നോക്കിയാലും ലിങ്ക് കിട്ടും. ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ. നമുക്ക് ഇനി രണ്ടാമത്തെ പർപ്പിൾ കളറിൻ്റെ മറ്റൊരു പ്രൊഡക്റ്റ് നോക്കാം. ഇതൊരു കുർത്ത സെറ്റാണ് കേട്ടോ. ഇവിടെ കുർത്തയും ടോപ്പും, അതായത് ടോപ്പുണ്ട്, പാൻറ്റുണ്ട്, അതിൻ്റെ കൂടെ ദുപ്പട്ട കൂടി ഉണ്ട്. ഇതാണ് അതിൻ്റെ ടോപ്പ് വരിക. ടോപ്പ് നല്ല കളറാണ് കേട്ടോ. ടഫേറ്റ സിൽക്കാണ് ഇതിൻ്റെ മെറ്റീരിയൽ വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ത്രെഡ് വർക്കും അതുപോലെ തന്നെ മിറർ വർക്കും ഇതിൽ ഉണ്ട്. ഇത് ഇത്രയും സ്ലീവ് ഉണ്ട്. നമുക്ക് ഓപ്പണിംഗ് ഉള്ളതാണ് കേട്ടോ. സ്ലിറ്റ് ഉള്ളതാണിത്. ഈ പ്രോഡക്റ്റ് ഞാൻ മീഡിയം സൈസാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു ദുപ്പട്ട വരുന്നുണ്ട്. ഈ ദുപ്പട്ട എന്ന് പറയുമ്പോൾ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു ചെറിയ ലേസൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ദുപ്പട്ടയുടെ ഇത് വരുന്നത്. ഒരു പ്ലെയിൻ ആയിട്ടുള്ള ദുപ്പട്ടയാണ്. സൈഡിൽ മാത്രമേ ലേസ് വെച്ചിട്ടുള്ളൂ. അതിൻ്റെ നൈസായിട്ടുള്ളൊരു ദുപ്പട്ടയാണ്. അതേപോലെ ഇതിൻ്റെ കൂടെ വരുന്നത് ഇതിൻ്റെ സെയിം കളറിലുള്ള പാൻറ്റാണ്. ആ പാൻറ്റ് എലാസ്റ്റിക്കുള്ള പാൻറ്റാണ് കേട്ടോ. എലാസ്റ്റിക്കാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ താഴെ വീണ്ടും അതിൻ്റെ വർക്ക് നമ്മൾ ഇതിൻ്റെ കയ്യിലും കഴുത്തിലുള്ള അതേ ത്രെഡ് വർക്ക് ഇതിൻ്റെ 2 കാലിലും വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു കുർത്ത സെറ്റ് വരുന്നത്. ഇതും 300 റേഞ്ചിലാണ്. 400 താഴെ 370 ആ ഒരു റേഞ്ചിലാണ് ഈ ഒരു ടോപ്പ് വരുന്നത്. ഓക്കെ. 400 താഴെ. പക്ഷേ ചില സമയത്ത് നമുക്ക് മീഷോൻ്റെ സെയിലൊക്കെ നടക്കുന്ന സമയത്ത് നമുക്കൊരു 350 റേഞ്ചിലും ഇത് കിട്ടാറുണ്ട് കേട്ടോ. ചിലപ്പോൾ അതിനേക്കാളും താഴെ. പിന്നെ ഫസ്റ്റ് ഓർഡറൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു 90% വരെയൊക്കെ ചിലപ്പോൾ ഡിസ്കൗണ്ട് വരാം. 70 to 90% വരെയൊക്കെ ഡിസ്കൗണ്ടൊക്കെ വരാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 305 ആ റേഞ്ചിലൊക്കെ ഈ സാധനം വരാറുണ്ട്. പക്ഷേ ഡിപ്പെൻസ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഒരു 400-ൽ താഴെ എന്നുള്ളൊരു ഇത് വിചാരിച്ചാൽ മതി. അപ്പോൾ ഇതാണ് അതിൻ്റെ ടോപ്പ്. ഇത് തഫേറ്റ സിൽക്കാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഭയങ്കര നൈസാണ് കേട്ടോ. ഭയങ്കര നിഴലടിക്കും. നമ്മളിപ്പോൾ ഈ സാധനം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെയിലത്ത് നടക്കുമ്പോൾ നിഴലടിക്കും. കാണാൻ നല്ല ലുക്കാണ്, പക്ഷേ നിഴലടിക്കും. കാരണം അത് ഭയങ്കര നൈസാണ് സാധനം. അത് അടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് അറിയാം. ഇതാണോ, നമുക്കൊരു നിഴലടിക്കും ഈ ഒരു മെറ്റീരിയൽ. ഇതേ ടോപ്പ് തന്നെ വേറൊരു മെറ്റീരിയൽ ഉണ്ട്, ആർട്ട് സിൽക്ക് പറഞ്ഞിട്ട്. അതെന്ന് പറയുമ്പോൾ നമുക്ക് ഈ ദുപ്പട്ട കിട്ടില്ല. അത് ഈ ടോപ്പും പാൻറ്റും മാത്രമേ കിട്ടുള്ളൂ. അത് ഈ സെയിം വർക്കാണ് വരുന്നത്. പക്ഷെ അത് ആർട്ട് സിൽക്ക് ആയതുകൊണ്ട് കുറച്ചുകൂടെ കട്ടിയുണ്ട്. ഇത് ലൈറ്റ് വെയ്റ്റാണ്. അത് പക്ഷേ കുറച്ചുകൂടെ കട്ടിയുള്ള ടൈപ്പ് മെറ്റീരിയലാണ്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ദുപ്പട്ട വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ടൈപ്പ് നമുക്ക് എടുക്കാം. ഇത് വലിയ ചൂടില്ല. പക്ഷേ ആർട്ട് സിൽക്ക് ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചൂടുള്ള ടൈപ്പ് ഒരു മെറ്റീരിയലാണ് കേട്ടോ. പക്ഷേ രണ്ടും കൊള്ളാം. അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗിയുണ്ട്.
ഇതാണ് അതിൻ്റെ ടോപ്പും ഇതും വരുന്നത്. ഇതാണ് രണ്ടാമത്തെ പ്രൊഡക്റ്റ്. ഇനി അടുത്തത് കുട്ടികളുടെ 2 പർപ്പിൾ കളറിലുള്ള പ്രൊഡക്റ്റ് നോക്കാം കേട്ടോ. ഒന്ന് കുട്ടികൾക്കുള്ള ഫ്രോക്ക്, ബേബി ഫ്രോക്ക് കേട്ടോ. ഇത് പ്യുവർ ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ്. ഇത് 248 രൂപയ്ക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ കേട്ടോ. ക്യാഷ് ഓൺ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടും. പക്ഷേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, അതായത് ഓൺലൈൻ പേയ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിപ്പോൾ 248 ഇപ്പോൾ മീഷോയിൽ അവൈലബിൾ ആണ്. ഇത് ഫ്ലക്ച്വേറ്റ് ചെയ്യാം. ചിലപ്പോൾ നിങ്ങൾ കുറേ കാലം കഴിഞ്ഞിട്ടാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വാല്യൂ ഒക്കെ മാറിയിട്ടുണ്ടാവും. പക്ഷേ അറ്റ് പ്രസൻറ്റ് ഇത് 248 രൂപയ്ക്ക് അവൈലബിൾ ആണ്. ഇത് 2 വയസ്സുള്ള കുട്ടി, 2 to 3 ഇയേഴ്സ്, ആ ഒരു റേഞ്ചിലുള്ള കുട്ടികൾക്കുള്ള ഒരു ടോപ്പാണ് കേട്ടോ. അപ്പം ഞാൻ ഈ സാധനം വാങ്ങിക്കേണ്ട ഒരു കൺഫ്യൂഷനിൽ വെക്കായിരുന്നു. കാരണം ആ ടൈമിൽ ഇത് കുറച്ചുകൂടെ റേറ്റ് കുറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ എനിക്കൊരു ഡൗട്ട്, ഇത് വാങ്ങിച്ച് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ഒരു സാധനം വാങ്ങിച്ചപ്പോൾ കൊടുത്ത കാശിന് വെർത്താണ്, അടിപൊളിയാണ് കേട്ടോ ടോപ്പ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇറക്കില്ല, പക്ഷേ സാധനം നല്ല രസമുണ്ട്. ഇങ്ങനെ കുട്ടികളുടെ കുറച്ച് പ്രിൻ്റൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇത് ഫോട്ടോയിൽ ഈ സാധനമില്ലേ, ഇത് കുറച്ച് വലുതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ഇത് ചെറുതാണെന്നുണ്ടെങ്കിൽ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട്. മെറ്റീരിയൽ സൂപ്പർ. എനിക്ക് മെറ്റീരിയലാണ് ഇഷ്ടമായത്. നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയലാണ്. എന്തായാലും ഇങ്ങനത്തെ ഒരു സാധനം വെളിയിൽ പോയിട്ട് വാങ്ങിക്കണമെങ്കിൽ 500+ ഉറപ്പായിട്ടും കൊടുക്കണം. ഇങ്ങനത്തെ മെറ്റീരിയൽ ഞാൻ മുമ്പ് വാങ്ങിച്ചതുകൊണ്ട് പറയണം, 500+ ഉറപ്പായിട്ട് നമുക്ക് വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സംഭവം പൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഈ സിബാണുള്ളത്. ഈ കെട്ടണത് ഇത്തിരി നീളം കുറവാണ്, അത് നമുക്ക് പ്രശ്നമല്ല. നമുക്ക് പ്രൊഡക്റ്റ് അടിപൊളിയാണ്. എന്ത് പറഞ്ഞാലും നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. നിങ്ങൾക്ക് കണ്ണടച്ച് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ പ്രൊഡക്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതാണ് ഇത് പെൺകുട്ടികളുടെ ഒരു ഉടുപ്പ്. ഇനി ആൺകുട്ടികൾക്ക് ഇതേ പർപ്പിൾ കളറിൽ ഞാനൊരു ഷർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ ഷർട്ട്. അപ്പോൾ ഈ ഷർട്ട് ഇതുപോലെ 200+ റേഞ്ചിലാണ്. പക്ഷേ ഏജ് കൂടുന്നതിനനുസരിച്ചിട്ട് വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പോൾ 4 ഇയേഴ്സ് മുതലാണെന്നുണ്ടെങ്കിൽ 300, അതിനേക്കാളാകുമ്പോൾ അതിനനുസരിച്ചുള്ള റേറ്റ് വ്യത്യാസം വരുന്നുണ്ട്. ഇതും ഒരു 350-400 റേഞ്ച്. കുറച്ച് ഏജ് നല്ല കുറഞ്ഞ കുട്ടികളാണെന്നുണ്ടെങ്കിൽ 250-55 ആ റേഞ്ചിലും ഇതുണ്ട്. ഇപ്പോൾ ഇത് ഫ്ലക്ച്വേറ്റ് ചെയ്യാം. കുറേ കാലം കഴിഞ്ഞിട്ട് നിങ്ങൾ വീഡിയോ കാണാമെന്നുണ്ടെങ്കിൽ ഫ്ലക്ച്വേറ്റ് ചെയ്യാം. കാരണം അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞല്ലോ പറഞ്ഞ് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് പറയാൻ പറ്റില്ല. കാരണം ഓരോന്ന് ഡിമാൻഡ് വരുന്നതനുസരിച്ചിട്ട് ഇതിൽ പ്രൊഡക്റ്റിൻ്റെ റേറ്റ് കൂടും. ഞാനിത് 250 ആ ഒരു റേഞ്ചിലാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. 300-ൻ്റെ താഴെ റേഞ്ചിലാണ് ഞാൻ വാങ്ങിച്ചത്. ഇത് അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ. ഭയങ്കര കംഫർട്ടായിട്ടൊരു മെറ്റീരിയലാണ്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷർട്ട് മാത്രമായിട്ട് യൂസ് ചെയ്യാം. കുറച്ച് തിന്നാണ്, ഒരുപാട് കട്ടികളൊന്നുമല്ല, നല്ല കുഴവഴാന്നുള്ള അടിപൊളി മെറ്റീരിയലാണ്. അത് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ടീഷർട്ട് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വിജയിൻ്റെ മോഡൽ നമ്മൾ ഇടാറുണ്ടല്ലോ, ആ രൂപത്തിലിടാം. അതല്ല ജസ്റ്റ് ഇത് മാത്രമായിട്ടും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ എനിക്ക് കുറച്ച് ബെറ്ററായി തോന്നിയത് ഉള്ളിൽ ബനിയൻ ഇട്ടിട്ട് അത് ടീഷർട്ട് ഇട്ട് അതിൻ്റെ മുകളിലിടുമ്പോൾ കുറച്ചുകൂടെ ഒരു എടുപ്പുണ്ടാവും. ഈ കളറിനൊരു എടുപ്പുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു യെല്ലോയോ അല്ലെങ്കിൽ ഒരു വൈറ്റ് കളറൊക്കെ ഉള്ളിലിട്ടിട്ട് ഇത് ഇടുമ്പോൾ അതിൻ്റേതായിട്ടൊരു ഭംഗി കാണിക്കും. അതല്ല ഷർട്ട് മാത്രമായിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഷർട്ടായിട്ട് ഇടാം. അങ്ങനൊരു അടിപൊളി പ്രൊഡക്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഈ വാങ്ങിച്ച പർപ്പിൾ പ്രൊഡക്റ്റിൽ ഞാൻ പ്രതീക്ഷിക്കാത്തതിനേക്കാളും ഒരു നല്ലത് കിട്ടിയത് ഫ്രോക്ക് ആയതുകൊണ്ട് എനിക്ക് ഫ്രോക്കാണ് ഭയങ്കരമായിട്ട് ഇഷ്ടമായത്. ഇനി പർപ്പിൾ ഹോളിലെ ലാസ്റ്റ് പ്രോഡക്റ്റ് നമുക്ക് നോക്കാം. ഇതൊരു കുർത്ത സെറ്റാണ്. ഇത് നമ്മൾ തഫേറ്റ സിൽക്കിൻ്റെ കണ്ടിട്ടുണ്ടായിരുന്നല്ലേ, ആ സെയിം കുർത്ത സെറ്റാണ്. പക്ഷേ മെറ്റീരിയൽ വേറെയാണ്, ആർട്ട് സിൽക്കാണ് കേട്ടോ. ഇതെന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ കട്ടിയുള്ള മെറ്റീരിയലാണ്. മറ്റേ തഫേറ്റ സിൽക്ക് പറയുമ്പോൾ അത്ര കട്ടിയുള്ള മെറ്റീരിയലല്ല. ഇത് രണ്ടും കൂടി എടുക്കുമ്പോൾ ഞാൻ ക്വാളിറ്റി വൈസ് ഇതാണ് ബെറ്റർ എന്ന് പറയുന്നത്. അതിനേക്കാളും റേറ്റും ഉണ്ട്. ഇത് 376-നാണ് ഞാൻ വാങ്ങിച്ചത്. ഇവിടെ ഷോളും ഉണ്ട്. പക്ഷെ അത് മെറ്റീരിയൽ അത്രയ്ക്കൊരു നല്ല മെറ്റീരിയലല്ല, നിഴലൊക്കെ അടിക്കുന്നത്. ഇത് അങ്ങനെയല്ല, നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് കേട്ടോ. ഇത് ഭയങ്കര അതേപോലെ തന്നെ ഷൈനിങ് ഉള്ള മെറ്റീരിയൽ. അത് ഡബിൾ കളറ്, ഒരു സൈഡിൽ നിന്ന് വയലറ്റും ഒരു സൈഡിൽ നിന്ന് പിങ്കും, ആ ഒരു ടൈപ്പ് ഷെയ്ഡാണ് ഇതിനുള്ളത്. അപ്പോൾ ഇതും സെയിം. ഇതെങ്ങനെ വെച്ചാൽ നല്ല ഒഴുകിയ ടൈപ്പാണ്. നമ്മൾക്ക് മറ്റേതെന്ന് പറയുമ്പോൾ ഭയങ്കര റഫാണ് തൊടുമ്പോൾ. ഇതങ്ങനെയല്ല, ഭയങ്കര സോഫ്റ്റായിരിക്കും ഈ സാധനം നമുക്ക് തൊടുന്ന സമയത്ത് കേട്ടോ. ഇതിൻ്റെ ഇതാണോ, ഇങ്ങനെയാണ് അതിൻ്റെ സെയിം വർക്കാണ്. എല്ലാം അതേപോലെ ഉണ്ട്, പക്ഷെ മെറ്റീരിയൽ മാത്രം വ്യത്യാസം. നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ആർട്ട് സിൽക്കാണ് നല്ലത്. മെറ്റീരിയലല്ല, സെയിം പ്രിൻറ്റും കാര്യങ്ങളൊക്കെ സെയിമാണ്, അതേപോലെ തന്നെയാണ്. കുറച്ച് കൂടുതൽ പ്രിൻ്റ് വരും, പക്ഷെ അതേ മെഷീൻ ചെയ്ത വർക്കാണ്, മെഷീൻ വർക്കാണ്. ത്രെഡ് വർക്കൊക്കെ, ത്രെഡ് മിറർ വർക്കുകളൊക്കെ ഉണ്ട്. 2 കളറിലാണ് ചെയ്തിരിക്കണം, ഒന്ന് വൈറ്റും പിന്നെ ഒന്ന് പിങ്കും അങ്ങനെ. അപ്പോൾ ഇതിൻ്റെ ഈ സെയിം വർക്ക് ഇതിൻ്റെ കൈയിൻ്റെ 2 അറ്റത്തുണ്ട്, കൈയിൻ്റെ 2 അറ്റത്തുണ്ട്. ഈ കൈയിൻ്റെ ഇവിടെ കാണുന്ന ഈ സെയിം വർക്കാണ് ഇതിൻ്റെ കാലിൻ്റെ 2 അറ്റത്തും ഉള്ളത്, സെയിം സാധനം. അപ്പോൾ ഇത് 376, പക്ഷേ ഒരു സമയത്ത് ഇത് 378 വരെ കാണിച്ചു. പക്ഷേ
റേറ്റ് കൊടുത്താലും അതിന് ഇത് വെർത്താണ്. അത് നല്ല ക്വാളിറ്റിയാണ് ഇതിൻ്റെ, അതിനേക്കാളും നല്ല ക്വാളിറ്റിയാണ്. അതെന്ന് പറയുമ്പോൾ ഇത്രയും ക്വാളിറ്റി ഇല്ല, അടിപൊളിയാണ്. ഇതാണ് സംഭവം. വില കൂടുമ്പോൾ അതിനൊരു വ്യത്യാസം കാണുമല്ലോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പർപ്പിൾ ഹാളിലുള്ള പ്രോഡക്റ്റുകൾ, അതായത് പർപ്പിൾ ഡ്രസ് ഹാളിൽ ഉള്ള പ്രോഡക്റ്റുകൾ. ഇതൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒഴുകി നടക്കുകയാണ്, നല്ല രസമാണ്. തൊടുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര, മറ്റേ പറയുമ്പോൾ തൊടുമ്പോഴേക്ക് റഫായിട്ടുള്ളൊരു ഇതാണ് ആർട്ട് സിൽക്കിൻ്റെ മറ്റൊരു മെറ്റീരിയൽ. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് മീഷോന്ന് ഞാൻ എടുത്തിട്ടുള്ളൊരു ഇതാണ്. ഇത് 197 രൂപയ്ക്കാണ് ഞാൻ ഈ സാധനം എടുത്തത്. നല്ല അടിപൊളി കോട്ടൺ ആണ് കേട്ടോ. 197 രൂപയ്ക്ക് ഇത് നല്ല റേറ്റ്. അതായത് നമ്മൾ വിചാരിക്കും ഈ സാധനം ഫോട്ടോയിലൊക്കെ കാണുന്ന സമയത്ത് ഇത് കോട്ടൺ ആണെന്ന് തോന്നില്ല. മെറ്റീരിയൽ കോട്ടൺ അല്ല, മിക്സഡ് വേറെ എന്തോ ഒരു കോട്ടണാണ് കൊടുത്തിരിക്കും. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഫോട്ടോയിൽ കാണുമ്പോൾ ഇങ്ങനെ തോന്നുന്നില്ല. പക്ഷേ സാധനം വാങ്ങിച്ചിട്ടപ്പോൾ ഇതുണ്ടോ, ഇത് ജസ്റ്റ് ഒന്ന് അതിൽ വരച്ച് വെച്ചിരിക്കുകയാണ്. ഞാൻ ഒരു തവണ വാഷ് ചെയ്തു കേട്ടോ. പക്ഷേ ഒരു തവണ വാഷ് ചെയ്തിട്ടും അങ്ങനെ കളർ പോയില്ല. ഇല്ല, ഈ മഞ്ഞ കളർ ജസ്റ്റ് ഒന്ന് അതായത് ചെറുതായിട്ടൊന്ന് കളർ ഇളകില്ലേ, അങ്ങനെ തന്നെ. അല്ലാണ്ട് ഇപ്പോൾ നന്നായിട്ട് അങ്ങനെ പോകണമെന്നില്ല. പക്ഷേ ഞാൻ ഈ പ്രിൻ്റൊക്കെ ആയിരുന്നു എനിക്ക് പേടി. കാരണം ഞാൻ ഇതുപോലൊരു പ്രിൻ്റുള്ളൊരു ഇത് വാങ്ങിച്ചിട്ട് പ്രിൻ്റ് ഫുള്ള് പോയി. ഒരു ആലിയ കട്ട് കുർത്ത, അത് ഞാനല്ല വാങ്ങിച്ചത്, എൻ്റെ ഒരു കസിനാണ് വാങ്ങിച്ചത്. അപ്പോൾ വാങ്ങിച്ചപ്പോൾ ഫുൾ കളറും പോയി. നല്ല റേറ്റും ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഈ 200 രൂപ റേഞ്ചാണെങ്കിലും 197 നിങ്ങൾ ഫസ്റ്റ് ആയിട്ടാണ് വാങ്ങിക്കണമെങ്കിൽ അതൊരു 150 റേഞ്ചിലൊക്കെ ചിലപ്പോൾ ഈ സാധനം കിട്ടുന്നുണ്ടാവും. പക്ഷെ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. ഇതിങ്ങനെ കയ്യിൽ ഇവിടെ ഇങ്ങനൊരു ഡിസൈനാണ് ഉള്ളത്. അതേപോലെ ഇത് ഫുള്ള് കാണിച്ചു തരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഇവിടെ ഇങ്ങനെ ബട്ടൺസും ഇവിടെ നമുക്ക് ടൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അടിപൊളി കുർത്തയാണ്. 197 ഇത് അടിപൊളിയാണ്. കാരണം അത് മെറ്റീരിയൽ അടിപൊളി ആയതുകൊണ്ടാണ് ഞാനിത് അടിപൊളി എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ പർപ്പിൾ ഹാളുള്ളത്. ഞാൻ ഈ മഞ്ഞൻ്റെ ലിങ്ക് കൂടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കൂടെ കൊടുക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ടാണ്. താങ്ക് യു.